കേരളത്തിലെ ഈ വർഷത്തെ +1 സിംഗിൾ വിൻഡോ ഓൺലൈൻ അപേക്ഷകൾ 2026 മെയ് 25 മുതലാണ് ആരംഭിക്കുന്നത്. A+നെ മാത്രം അടിസ്ഥാനമാക്കിയല്ല +1 പ്രവേശനം സാധ്യമാക്കുന്നത്. ഇൻഡെക്സ് മാർക്ക്, അതുപോലെ ബോണസ് പോയിന്റ്, ഇതൊക്കെ നോക്കിയാണ് അഡ്മിഷൻ ലഭിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണ് ഇൻഡെക്സ് മാർക്ക് അഥവാ WGPA, അത് എങ്ങനെയാണ് കണക്കാക്കുന്നത്, അതുപോലെ ബോണസ് പോയിന്റ് ആർക്കൊക്കെയാണ് ലഭിക്കുക, അടുത്തതായി ജനറൽ കാറ്റഗറിയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള EWS സംഭരണം എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി എന്താണ് ഇൻഡെക്സ് മാർക്ക്? നമ്മൾ +1ന് അപേക്ഷിക്കുമ്പോൾ കമ്പ്യൂട്ടർ റാങ്ക് ലിസ്റ്റ് ഇടുന്നത് 10ാം ക്ലാസ്സിലെ ടോട്ടൽ മാർക്ക് മാത്രം നോക്കിയല്ല, പകരം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിലെ പ്രധാന വിഷയങ്ങൾക്ക് കൂടുതൽ മുൻഗണന അഥവാ വെയിറ്റേജ് ലഭിക്കും. അതിനെയാണ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ മാത്സ്, സയൻസ് വിഷയങ്ങളുടെ മാർക്കിനായിരിക്കും പ്രാധാന്യം. കൊമേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ മാത്സ്, സോഷ്യൽ സയൻസ് മാർക്കുകൾക്കാണ് വെയിറ്റേജ്. ഇനി ഇൻഡെക്സ് മാർക്കിനൊപ്പം അധികമായി ചേർക്കാൻ കഴിയുന്ന മാർക്കുകളാണ് ബോണസ് പോയിന്റ്. ബോണസ് പോയിന്റ് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്ന് നോക്കാം. ഔദ്യോഗിക നീന്തൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് പോയിന്റ് ലഭിക്കും. അതുപോലെ തന്നെ NCC, സ്കൗട്ട്സ്, SPC, സ്കൂളിൽ ഇവയിൽ പങ്കെടുത്തവർക്ക് ബോണസ് പോയിന്റ് ലഭിക്കും. അതുപോലെ കലോത്സവങ്ങളിലോ കായികമേളകളിലോ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്കും ബോണസ് പോയിന്റ് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ തന്നെയാണ് +1ന് അപേക്ഷിക്കുന്നതെങ്കിൽ അതിനും ബോണസ് പോയിന്റ് ലഭിക്കും. നിങ്ങൾ താമസിക്കുന്ന അതേ പഞ്ചായത്തിലെ സ്കൂളുകളിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അതിനും ബോണസ് പോയിന്റ് ലഭിക്കും. ഇനി പറയാനുള്ളത് +1ന് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട രേഖകളെക്കുറിച്ചും അതുപോലെ EWS സംഭരണം അതിനെക്കുറിച്ചുമാണ് ഇനി പറയാനുള്ളത്. ജനറൽ കാറ്റഗറിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി 10% സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് EWS ആനുകൂല്യം ലഭിക്കുക. +1ന് അപേക്ഷിക്കുമ്പോൾ തന്നെ EWSൻ്റെ ഓപ്ഷൻ നൽകുകയും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള പ്രത്യേക EWS സർട്ടിഫിക്കറ്റ് വാങ്ങി കരുതുകയും വേണം. അതായത് EWS സംഭരണത്തിന് അർഹരായ കുട്ടികൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങിവെക്കേണ്ടതാണ്. അപേക്ഷയിൽ ഇതിൻ്റെ നമ്പർ എഴുതേണ്ടതുണ്ട്. ഇനി അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്ന് പറയാം. 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും, അലോട്ട്മെൻറ്റ് സ്ലിപ്പും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും, അതുപോലെ തന്നെ സംഭരണമുള്ളവർക്ക് ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. EWS കാറ്റഗറിയിലുള്ളവർക്ക് EWS സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. ബോണസ് പോയിന്റിന് അർഹതയുള്ളവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.